chapter 1, verse 1 and 2. ഇന്ന് ദൈവവചനത്തിൽ സംസാരിക്കുന്ന ഒറ്റ വാക്ക്, അതിനാൽ അല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. The one portion we're going to speak from the Word of God today is, for by it the elders obtained a good testimony. Praise God. സ്തോത്രം ചെയ്തു. പൂർവ ഭക്തന്മാർക്ക്, പൂർവ വിശ്വാസികൾക്ക്, നമ്മുടെ പിതാക്കന്മാർക്ക് സാക്ഷ്യമുണ്ടായിരുന്നു എന്ന് ഈ വചനം പറയുന്നു. This verse tells us that our forefathers had a testimony. അപ്പോൾ എങ്ങനെ ടെസ്റ്റിമണി ഉണ്ടായി? വിശ്വാസത്താൽ. And how did they get that testimony? It was by their faith. സ്തോത്രം ചെയ്തു. ഭയങ്കര വിശ്വാസമായിരുന്നു അവർക്ക്. They had great faith. ഭയങ്കര വിശ്വാസം. They had great faith. അങ്ങനെയാണെങ്കിൽ വിശ്വാസം എന്നാൽ എന്താ? ഇവിടെ അതിനുള്ള ആൻസർ കിടപ്പുണ്ട്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അപ്പം നിർവചനം അവിടെ കിടപ്പുണ്ട്, മീനിങ് അവിടെ കിടപ്പുണ്ട്. ഒന്നാം വാക്യം. And you may ask what faith is. We can see verse 1 gives us the meaning of faith. Now faith is the substance of things hoped for, the evidence of things not seen. അതിനാലല്ലോ, വിശ്വാസത്താലല്ലോ പൂർവന്മാർക്ക് എന്ന് പറഞ്ഞാൽ പൂർവ പിതാക്കന്മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് മുൻപേ ജീവിച്ച ഭക്തന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. And for by it the elders or the forefathers or the saints who lived before us, they received or obtained a good testimony. ഈ വിഷയത്തിന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ അങ്ങനെയില്ല, എങ്കിൽ ഇതൊന്നും തെളിഞ്ഞു വന്നതുകൊണ്ട് ഞാൻ ഫ്രൈഡേ മോർണിംഗിൽ അല്പം സംസാരിച്ചു. പക്ഷെ ഫ്രൈഡേ മോർണിംഗിൽ സംസാരിച്ചതല്ല ഇപ്പൊ വരാൻ പോകും. And I spoke a little bit about this on Friday morning, and I would like to touch upon the same topic again this morning. സ്തോത്രം. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്നാ? What is meant by faith? Confidence in God. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള കോൺഫിഡൻസ്. Faith is confidence in God. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള ഹോപ്പാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള ആശയം. Faith is hope in God. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ മറുവശത്ത് ജഡ്ജ്മെന്റാ നിന്റെ വിശ്വാസം. Faith is your conviction in God. ഇത് that leads to obedience to God. നിങ്ങളുടെ കൺവിക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ കൺവിക്ഷൻ, നമ്മുടെ ആശ, ഇതെല്ലാം ദൈവത്തിലേക്കുള്ള അനുസരണത്തിലേക്ക് കൊണ്ടുപോകും. And our hope in God and our conviction in God leads us to obedience in God. സ്തോത്രം ചെയ്തേ. അങ്ങനെ അനുസരണത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് സാക്ഷ്യം ഉണ്ടാകുന്നത്. And when it leads you to that kind of obedience, that's when you receive a testimony. എനിക്കുള്ള ഹോപ്പ്, എനിക്കുള്ള കോൺഫിഡൻസ്, എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ കോൺഫിഡൻസ്, നമ്മുടെ ഹോപ്പ്, നമ്മുടെ കൺവിക്ഷൻ ദൈവിക അനുസരണത്തിലേക്ക് എത്തിക്കുമ്പോഴാണ് സാക്ഷ്യം. When our confidence and our hope and conviction in God leads us to obedience of God, that is when you receive a testimony. അതിനാലല്ലോ, ഏതിനാൽ ഫെയ്ത്തിൽ വ്യാപരിച്ച അനുസരണത്തിൽ കൂടെ അവർക്ക് സാക്ഷ്യം ലഭിച്ചു. For by it, by the obedience through faith, they received a testimony. സ്തോത്രം ചെയ്തേ. അനുസരണം വരുമ്പോഴാണ് അനുഭവം വരുന്നത്. It is when you have obedience that you also have experience. സ്തോത്രം. വിശ്വാസമുണ്ട്, You have faith, ദൈവത്തോടുള്ള അനുസരണമുണ്ട്, and you have obedience to God, അപ്പൊ അനുഭവം, and then you have experience. സ്തോത്രം. ഇതാണ് അനുഗ്രഹം കൊണ്ടുവരുന്നത്. And this is what brings blessing. അതിനാലല്ലോ പൂർവന്മാർക്ക് എന്ത് ലഭിച്ചത്? സാക്ഷ്യം ലഭിച്ച.
അപ്രൂവൽ എന്നാണ് കിടക്കുന്നത്. They gained approval. They received approval. ദൈവത്തിൽ നിന്ന് അപ്രൂവൽ ലഭിച്ചു. They received testimony. ദൈവത്തിൽ നിന്നുള്ള സാക്ഷ്യം ലഭിച്ചു. ഏതിനാൽ? Faith. For by it the elders obtained a good testimony or a good report or approval from God. And by what? By faith. അതുകൊണ്ടാണ് അങ്ങനെ ലഭിച്ചതാണ് ഹാനോക്കിനെ കുറിച്ച് പറയുന്നത് 11:5. And that is what we see about Enoch in verse 5. അടുത്തത്, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന്. ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുൻപേ അപ്രൂവൽ കിട്ടി. And before he was taken up, he had this testimony that he pleased God. അപ്പോൾ അവൻ എടുക്കപ്പെടുന്നതിന് മുൻപേ ദൈവത്തിന്റെ മുമ്പിൽ വിശുദ്ധ ജീവിതത്തിന്റെ വീരനായി അവൻ നിന്നു. So before he was taken up to God, he was a warrior of a holy life. അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ വിശ്വാസത്താൽ എഴുതിയിരിക്കുന്നതിനാൽ വിശ്വാസ വീരനായിരുന്നു. And because it is written by faith, before he was taken up, he was a warrior of faith. അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് ദൈവത്തോടുള്ള അനുസരണത്തിൽ തികഞ്ഞവനായിരുന്നു. And before he was taken up, he was full of obedience to God. അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് അവൻ അനുഭവസ്ഥനായി ഭൂമിയിൽ നടന്നുകൊണ്ടിരുന്നു. And before he was taken up, he had tasted God in this world. ഹല്ലേലൂയ. സ്തോത്രം ചെയ്തേ. അപ്പോൾ എടുക്കപ്പെടുന്നതിന് മുമ്പേ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ ആള് വിശുദ്ധനെന്ന് തെളിയിച്ചെങ്കിൽ മാത്രമേ അങ്ങോട്ട് വരട്ടുള്ളൂ. And so in order to be taken up, you need to prove that you are holy while you are here on the earth, and only then will you be taken up. ഹല്ലേലൂയ. സ്തോത്രം ചെയ്തേ. ഇവിടെ വച്ച് തെളിയിക്കണം നീ വിശുദ്ധനാണോ അശുദ്ധനാണോ. You should prove right here whether you are holy or unholy. കർത്താവിന്റെ വരവ് ഏത് നിമിഷവും നടക്കാമെന്നുള്ള സംഭവങ്ങൾ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞെട്ടലോടെ വേണം ദൈവമക്കൾ ജീവിക്കേണ്ടത്. And while incidents around us call out the coming of the Lord is at hand, the children of God need to be prepared more and more. നമ്മുടെ സാക്ഷ്യം ഈ ഭൂമിയിൽ വെച്ച് തെളിയിക്കണം. We should show our testimony in this world. നമ്മുടെ അനുസരണം ദൈവത്തോടുള്ള അനുസരണം ഇവിടെ വെച്ച് തെളിയിക്കണം. And we should show our obedience to God here. സ്തോത്രം ചെയ്തേ. അപ്പോൾ അനുഭവം വരും. അനുഭവമാണ് നമ്മുടെ സാക്ഷ്യം. And that's when we will have our experience in God, and that will be our testimony. സ്തോത്രം ചെയ്തേ. അതിന് നമ്മൾ മുമ്പായിരിക്കും. We should be ahead of that. സ്തോത്രം. നമ്മൾ ആരെ നോക്കണ്ട, ക്രിസ്തുവിനെ അങ്ങ് നോക്കിയാൽ. We just need to look to Christ and no one else. ദൈവമായുള്ള ബന്ധത്തിൽ അങ്ങ് പോയാൽ മതി. Let us grow in our relation with God. സ്തോത്രം. ആത്മീയ പരാജയം വരുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? Do you know what is the reason for spiritual failure? ആത്മീയത്തിൽ ഇറങ്ങിയതിനു ശേഷം പല പരാജയങ്ങൾ വരുന്നുണ്ട്. And after you get out into the faith, many failures occur. അതാണ് അതെടുത്ത് എബ്രായലേഖനം 4:1-2 വായിച്ചേ. Let's turn to Hebrews chapter 4 verses 1 and 2. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം കണ്ടോ. അപ്പൊ ലഭിക്കാം, ബാക്കി പറ, ലഭിക്കാതെ ഇരിക്കാം. ഞാൻ നോക്കിയേ, സ്വർഗത്തിൽ പോകാം, പോകാതെ ഇരിക്കാം. ഇവിടെ എന്തും കാണിക്കാം, സഭയിൽ എന്തും കാണിക്കാം, എന്തും ഡാൻസ് ചെയ്യാം, പക്ഷെ പോകാതിരിക്കാം. You can do whatever you want here. You may show whatever you want to do here, but you may or may not make it to heaven. ഭക്തനായി ഇരിപ്പാനാണ് ദൈവം നമ്മെ വിളിച്ചത്. God has called us to lead a saintly life. എബ്രായലേഖനം 4 ഒരടി നമ്മൾ നിർത്തുകയാണ്. വായിച്ചോ. നാം എന്ത് ചെയ്യണം? ഭയപ്പെട്ട് നടക്കണം. In Hebrews 4:1 it says, let us fear. അടുത്തത്, അവരെ പോലെ, പഴയ നിയമ ഭക്തന്മാരെ പോലെ നാമും, പുതിയ നിയമത്തിലെ കാര്യമാണ് പറയുന്നത്, നാമും സദ്വർത്തമാനം കേട്ടവരാകുന്നു.
it says that we have obtained the gospel just as Oh. it was preached to them. അടുത്തത്, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് എന്നാൽ കേട്ടവർ വിശ്വാസമായി കേട്ടവരിൽ they heard the message but didn't profit them. മനസ്സിലായോ? They heard it, they received it, but the profit കൊണ്ടുവന്നില്ല. കണ്ടോ? കേട്ടവരിൽ വിശ്വാസമായി പരിണമിച്ചില്ല. വിശ്വാസം ഉണ്ടെങ്കിലേ അനുസരണത്തിലേക്ക് കൊണ്ടുപോകുള്ളൂ. And the word that was preached did not profit them because it was not mixed with faith in those who heard it. മനസ്സിലായോ? വിശ്വാസമായി പരിണമിച്ചില്ല. They heard everything, but it was not mixed or it was not united by faith. മനസ്സിലായോ? കേട്ട വചനവും നിന്റെ വിശ്വാസവും എന്ത് ചെയ്യണം? പറ. യുണൈറ്റ് ചെയ്യണമെന്ന്, മിക്സ് ചെയ്യണമെന്ന്. The word that you hear must be mixed with your faith in God. വചനവും നിന്റെ വിശ്വാസമായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. You should mix the faith with the word. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വീട്ടിൽ കൊല്ലമേക്ക് ഭയങ്കര സുഖമില്ലായിരുന്നു. അതുകൊണ്ട് പാവം എന്ത് ചെയ്യാൻ, എനിക്ക് ഒന്ന് 2 ബ്രെഡും എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ സന്തോഷത്തോടെ കഴിക്കുക. എന്റെ മുഖത്ത് നോക്കി പാവം അങ്ങ് വിഷമിച്ചിട്ട് എന്ത് ചെയ്യും, എത്ര ദിവസമായി ഇങ്ങനെ ബ്രെഡ് കഴിക്കുന്നു, എന്നാൽ നാളെ ദോശ ഉണ്ടാക്കാം. അങ്ങനെ ദോശ ഉണ്ടാക്കാൻ നേരത്തെ എന്നോട് പറഞ്ഞു, എനിക്ക് പ്രയാസമാണ്, ഞാൻ മുഖത്ത് നോക്കുമ്പോൾ അങ്ങ് വിഷമം വരുന്നു, നാളെ ദോശ കഴിക്കും. ഞാൻ മിക്സ് ചെയ്യാം. എനിക്ക് കിച്ചണിൽ പോയാൽ ഒരു പിടിയില്ല. മിക്സ് ചെയ്യാൻ പോയാൽ പാത്രം പോവും. ഏതായിരുന്നുള്ള ഞാൻ മിക്സ് ചെയ്തു. മിക്സ് ചെയ്തപ്പോൾ ദോശയായി പരിണമിച്ചു. മിക്സ് ചെയ്തില്ലായിരുന്നെങ്കിൽ ദോശയല്ല, പിന്നെ ഇങ്ങോട്ട് നോക്കിയത് മക്കള്. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സേയിങ്? എടാ, പാൻകേക്ക് മിക്സ് ചെയ്തേ പാൻകേക്ക് വരത്തുള്ളൂ. Only if you mix the ingredients together can you make pancakes. You understand? വചനവും നിന്റെ ഫെയ്ത്തും കൂടെ അങ്ങോട്ട് യുണൈറ്റ് ചെയ്യണം. ദൈവമക്കളെ, സ്തോത്രം ചെയ്ത് യുണൈറ്റ് ചെയ്യണം, മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് വെക്കുമ്പോൾ അത് പരിണമിക്കും. You need to mix the word with your faith, and that is when it will profit. സ്തോത്രം. എനിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പരിണമിക്ക് പോയപ്പോൾ വളരെ സുഖമില്ലായിരുന്നു. ഞാൻ കർത്താവേ എന്നെ ഓർക്കണേ, ഞാനിങ്ങനെ ദോശ കഴിച്ച് ജീവിക്കുക. അപ്പൊ നിങ്ങൾ ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ വളരെ സഹോദരിമാരോട് പറയാം, ഭർത്താക്കന്മാർ രാവിലെ കഴിക്കുമ്പോൾ രാവിലെ എന്താ കഴിച്ചത്, ഉച്ചയ്ക്ക് എന്താ കഴിച്ചത്, വൈകിട്ട് എന്താ കഴിച്ചത്. വൈകിട്ട് ഞാൻ ആമ്പർക്കർ കഴിച്ചു, ഇച്ചിരി കഞ്ഞി ഉണ്ടാക്കി തരാം. അപ്പൊ എന്തോ ഒരു സ്നേഹം വരില്ലേ? അങ്ങനെ വേണമേ. പറഞ്ഞു മനസ്സിലായോ? അല്ല, ഇദ്ദേഹം മൂർഖനാണെങ്കിൽ നമുക്ക് പിടിക്കരുത്. മൂർഖനെ താഴെ കൊണ്ടുവരല്ലോ. എടാ, ഒരു പാമ്പാട്ടി തരയ്ക്കുമ്പോ പാമ്പാട്ടി മൂർഖൻ താഴെ വരത്തില്ലേ? നിങ്ങളുടെ സ്വരവും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ കാണുമ്പോ മൂർഖൻ താഴെ വരികയല്ലേ? നമ്മൾ ഈ ദിവസങ്ങളിൽ ഞാൻ എന്റെ അനുഭവമാ പ്രസംഗിക്കുന്നത്. വചനം കേട്ടവരിൽ വിശ്വാസമായി പറയുന്നു പരിണമിക്കണം. The word, they heard the voice, they heard the promise, but it was not united by faith. It was not mixed by faith. മനസ്സിലായോ? ട്രാൻസ്ലേഷൻ is clear. നിങ്ങളത് എന്ത് ചെയ്യണം? യുണൈറ്റഡ് ആയിരിക്കണം. അപ്പോൾ അത് അനുഗ്രഹമായി പരിണമിക്കും. And you need to unite the word with your faith, and that is when it will profit to a blessing. വാക്യമായില്ലേ? സമയമുണ്ട്, വായിച്ചു. കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. കേട്ട വചനം ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവരായി നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. വിശ്വസിച്ച ഞാനും നിങ്ങളുമായി ഇനി സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ പോകുന്നത്. ഇവിടെ നോക്കിക്കേ, ഞാൻ ഇന്നലെ ഒരു പാട്ട് പാടി, പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിലെ കഷ്ടമൊന്നും
സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം എനിക്ക് നിങ്ങൾക്കുണ്ട്. എന്നാൽ വാഗ്ദത്തത്തിൽ കയറിയില്ല എങ്കിൽ തോത്രവേണ്ടത് വെറുതെ. വാഗ്ദത്തത്തിൽ കയറിയില്ല എങ്കിൽ ഉപവാസ പ്രാർത്ഥന നടന്നത് വെറുതെ. വാഗ്ദത്തത്തിൽ കയറിയില്ല എങ്കിൽ പെന്തക്കോസ്തുകാരനാണെന്ന് പറഞ്ഞ് കോട്ടിട്ട് നടന്നത് വെറുതെ. You and I have a promise of entering into God's rest, but if you do not enter into it with faith, then it is useless that you contributed to the offering, useless that you conducted a fasting prayer at your home, and it is useless that you call yourself a Pentecostal because you will not make it there. അടുത്ത വായിച്ചു. ലോകസ്ഥാപനത്തിൽ പ്രവർത്തികൾ തീർന്നുപോയി. മൂന്നാം വാക്യത്തിൽ പറഞ്ഞു, ദൈവം അർണിച്ചത് എന്റെ സ്വസ്ഥതയിൽ എത്തിയതില്ല. ദൈവം കൊണ്ട് എഴുന്നേറ്റ് പറഞ്ഞു, മേലാൽ എന്റെ സ്വസ്ഥതയിൽ അവര് പ്രവേശിക്കുന്നതെന്ന്. കണ്ടോ? In verse 3 we can see God rises up in his wrath and says that they shall not enter my rest. മക്കളെല്ലാം ഇങ്ങോട്ട് നോക്കിയാൽ ചിൽഡ്രൻ, എല്ലാ ചിൽഡ്രൻ ലിസൺ. ഈ ട്രാൻസ്ലേഷൻ നിങ്ങൾ വീട്ടിൽ ചെന്ന് അതുപോലെ ബേസ്മെന്റിലോ കൊച്ചുമുറിയിലോ അങ്ങോട്ട് ഇറങ്ങി ഒരു പ്രസംഗം അങ്ങോട്ട് നടത്തും. സ്വസ്ഥതയിൽ കർത്താവിന്റെ അടുക്കൽ നമുക്ക് പോകണം കേട്ടോ. കർത്താവിന്റെ അടുക്കൽ നമ്മൾ പോകണം. അതുകൊണ്ട് ദൈവം നമ്മളെ എന്ത് ചെയ്യരുത്? കോപിക്കരുത്. We should be able to go to the Lord, so God should not get angry with us. കോരിന്ത്യർ സഭയിൽ പരാജയം കണ്ടോ? എബ്രായ ലേഖനത്തിലിരിക്കുന്ന ഒരു പരാജയം, അടുത്തൊരു പരാജയം കൂടി ഇപ്പൊ കൊണ്ടുവരാൻ പോവാ. ഞാൻ നോക്കിക്കോണേ. 1 Corinthians 3:3. This is one failure. Let us look at another one. 1 Corinthians chapter 1 verse 3. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ കോരിന്ത്യ സഭയോട് പൗലോസ് എഴുതുന്നു, നിങ്ങളുടെ ഇടയിൽ എന്തുണ്ട്? ഈർഷ്യയും പിണക്കവും ഇരിക്കെ. നിങ്ങളുടെ ഇടയിൽ എന്തുണ്ട്? ഈർഷ്യയുണ്ട്. ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? എന്തുവാ? ഈർഷ്യയും പിണക്കവും നിമിത്തം. പിന്നെ സഭയിൽ ആരെയാ നിങ്ങള്? ജഡികന്മാരും ആണ്. അനക്കമില്ല. ശേഷം അപ്പൊ ഞാൻ നോക്കിയ കോരിന്ത് സഭയിൽ ഇവർ ഈ വിദ്വാന്മാർ കയറിയിരിക്കുക. ഒരു വിഷയം വന്ന പിണക്കം, ഒരു വിഷയം വന്ന ജഡം. മനസ്സിലായി? സെൽഫിഷ് ഒന്നല്ലോ. കഴുത്തിന് മുറുക്കി കെട്ടി വെള്ളത്തിൽ താത്തരി ആത്മീയജീവൻ നടക്കുന്നു. You need to get rid of all strife and divisions and any selfishness in order to proceed with spiritual life. സ്തോത്രം ചെയ്തു. ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ എന്ത് ചെയ്തു? ക്രൂശി. ഇനി ജഡത്തിനല്ല സ്ഥാനം, ആത്മാവിനാ സ്ഥാനം. സ്തോത്രം ചെയ്തു. You need to crucify the flesh with all its lust thereof, and there is no more space for the flesh, but the space is for the spirit. ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒത്തിരി പ്രയാസമൊക്കെ ഉണ്ട്. When you live in this world, there are a lot of troubles. എന്നാൽ ജഡത്തിന്റെ പുറകെ ജഡം പറയുന്നത് കേൾക്കുക. ജഡം എടാ, ആത്മാവിന് സ്ഥാനം കൊടുക്കൂഞ്ഞേ. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലില്ലേ? പരിശുദ്ധാത്മാവ് കർത്താവ് തന്നില്ലേ? പരിശുദ്ധാത്മാവിൽ നീ എന്റെ ഭാഷ സംസാരിക്കുന്നില്ലേ? പരിശുദ്ധാത്മാവിൽ കൈകൊട്ടുന്നില്ലേ? പരിശുദ്ധാത്മാവിൽ ദൈവത്തെ സ്തുതിക്കുന്നില്ലേ? നീ പരിശുദ്ധാത്മാവിൽ സ്ഥാനം പോലെ നിന്റെ സെൽഫിഷ്നസ് താഴെയിട്. Don't give place to your flesh and put down your selfishness and give space to the spirit. സ്തോത്രം ചെയ്തേ. സ്തോത്രം. ജഡം വന്നുപോയോ? ജ്ഞാനശബ്ദം, ക്രോധം, തൊന്നപക്ഷം, ഭിന്നത. If the flesh comes in, then there is envy, strife, divisions among you. എന്നാൽ ഗലാത്യലേഖനം 5:22 ലിസ്റ്റ് അടിച്ചു വെച്ചിരിക്കുന്നു. വായില് We can see the list in Galatians chapter 5 verse 21. വായില് ആത്മാവിന്റെ പ്രവൃത്തിയോ. സ്തോത്രം ചെയ്തേ. അയ്യോ, നിങ്ങളുടെ ബൈബിളില്ലല്ലേ? ആത്മാവിന്റെ ഫലം പറഞ്ഞത് വായിച്ചോ മക്കളെ. സ്നേഹം നോക്ക്. എന്താ? ഉറക്കം പറ. എല്ലാരും പറ. അയ്യോ എന്റെ ദൈവമേ. എന്തൊക്കെയൊക്കെ വായിക്ക്. പണ്ട് നമ്മുടെ കുഞ്ഞോഞ്ഞോ എന്നാ സെക്രട്ടറി ആയിട്ട് തന്ന എന്തിയ ഇങ്ങോട്ട് മനെ അച്ഛൻ ഉറക്കമായിരുന്നു മോനെ. ഇവരെ പറയണം. സ്നേഹമില്ലെങ്കിൽ ഇത് ഈ പാവൊന്നും വേണ്ട. വെറും നോർമൽ അടിച്ചാൽ മതി. ഈ സമയം only 6,000 square feet എല്ലാം കൂടെ ഉള്ളൂ. നമ്മൾ എന്തിനാ അമേരിക്കയ്ക്ക് വാഷിംഗ്ടണിൽ പോകുന്നത്?
അടിച്ച് താത്തക്കള. നമ്മുടെ സൗണ്ടിലല്ല വിഷയം ഇരിക്കുന്ന എന്റെ ഹൃദയം ശരിയായാലുണ്ടല്ലോ എല്ലാം ശരിയായി. സ്തോത്രം ചെയ്യും. ആത്മാവിന്റെ ഫലമോ the fruit of the Spirit എന്തോ സ്നേഹം. എല്ലാവരും പറഞ്ഞു is love. സ്നേഹമില്ലെങ്കിൽ നിന്നിൽ എന്തില്ല? ആത്മാവിന്റെ വരമില്ല. ക്ഷമി. ആത്മാവിന്റെ ഫലമാണ്. ഫലങ്ങളെന്ന് പറയരുത്. എന്താ? നോട്ട് ഫ്രൂട്ട്സ്. ഫ്രൂട്ട്. സ്തോത്രം ചെയ്ത് ഈ പാംഗ്രനേറ്റ് എന്ന് പറഞ്ഞൊരു ട്രീ കണ്ടിട്ടുണ്ടോ? മാതളനാരങ്ങ കഴിച്ചിട്ടുണ്ടോ? അതിനകത്ത് എത്ര അരിയുണ്ട്? How many different seedlets you can see inside it? ഒരെണ്ണത്തിന് $5 $2 ഇട്ടിട്ട് തേങ്ങ പൊടിക്കും. ഒന്ന് പോലുണ്ട് എണ്ണെന്ന് Should try buying one and count them. പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് വരും. സ്നേഹമില്ലെങ്കിൽ നിന്നിൽ ആ ഫലം ഇല്ല. നീ ചുക്കും. If you don't have love, then you don't have the fruit of the Spirit. അടുത്തത് സന്തോഷം. മനോർക്കം പറഞ്ഞത് എന്തുണ്ട്? എല്ലാവരും ചേർന്നോ? സന്തോഷം. എന്താ സന്തോഷം? എപ്പോ കണ്ടാലും സന്തോഷം. You should be joyful all the time. സ്തോത്രം ചെയ്തി. സന്തോഷം ഒന്നുമില്ല, പക്ഷെ സന്തോഷം. You have nothing, but you're still joyful. 5 ദിവസം പട്ടിണി കിടന്ന പാസ്റ്റർ ജോർജ് വർഗീസിന്റെ വീട്ടിലാണ് മന്നമോമാമൻ കയറി ചെല്ലുമ്പോൾ എല്ലാവരും അവിടെയുള്ള കിടക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരുടെ മുഖത്ത് തെളിച്ചോക്കും. അകത്ത് കയറിയപ്പോഴാ ബോധം കെട്ട പോലെ കിടക്കുന്നെങ്കിലും ആരും പട്ടിണിയാന്ന് പറഞ്ഞില്ല. ദൈവമക്കളെ, വിശ്വാസത്തിന്റെ പ്രവൃത്തി ആ കാലങ്ങളിൽ നടന്നതാ. ഇന്ന് മക്കളും കൊച്ചുമക്കളൊക്കെ നന്മ അനുഭവിക്കുന്നത്. ഇപ്പൊ അതില്ല. ഇപ്പൊ സെൽഫിഷും കൊണ്ട് നടക്കുക. When my mom had entered the house of Pastor George Verghese, they were not having food for the last 5 days, but still they did not show it outside. They were joyful to look at. സ്നേഹം, സന്തോഷം, അടുത്തത് സമാധാനം, Peace. ഉറക്കം പറഞ്ഞു പീസ്. ഹല്ലേലൂയ. അടുത്തത് ഉറക്കം പറഞ്ഞു മനെ ദീർഘക്ഷമ. എന്താ പറഞ്ഞ അതിനെ? വേശ്യ. ആശുപത്രിയിൽ രോഗിയല്ല. ഞാൻ നോക്കും. ദീർഘക്ഷമ. ഒന്നുകൂടെ പറഞ്ഞു. എന്തോ നിർത്തിയോ? അവസാനം ക്ഷമ, ദീർഘമായി. Patience or long suffering. സ്തോത്രം ചെയ്തു. അതാ ഞാൻ അവിടെ കൊണ്ട് നിർത്തിയ മറ്റേ മെസ്സേജ് നിൽക്കാനൊക്കെ തന്നെ. നമ്മൾ ഒരു കുറഞ്ഞ വർഷം ആത്മാവിന്റെ അച്ഛൻ വായിച്ചോട്ടെ. എന്നാൽ ഇവർ കാണാൻ പഠിക്കത്തുള്ളൂ. വായിച്ചു. ദയ. എന്താ? Kindness. ദയ വേണം. ദയ. ഒരുത്തനെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. ഒരു ബ്രദർ ഇങ്ങോട്ട് വന്നു. വല്ല നഷ്ടമുണ്ടോടെ? വല്ല നഷ്ടവും നാട്ടിൽ നിന്ന്. നാട്ടിലെങ്ങനെ ചൂടല്ല? അല്ല, സാരമില്ല. എന്നാൽ 2000 രൂപയ്ക്ക് കിട്ടത്തുള്ളൂ. ഇപ്പൊ അത് കൂടുതൽ കിട്ടി. അയ്യോ, ഒരു നേരെ കൈ കൊടുക്കും. അവനെ കണ്ടിട്ട് നീ എന്തിനാ ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് പാസ്സായിരിക്കുന്ന എനിക്ക് രോഗമുണ്ടാക്കാം? അവനെ കാണുമ്പോൾ ഓടി നടന്ന് കൈ കൊടുക്കും. കർത്തൃമേശയ്ക്കോ ചുമനം ചെയ്യുന്ന സമയം കിട്ടുന്നില്ല. നീ അങ്ങോട്ട് പോകുമ്പോ ഓടിച്ചെന്ന എന്തോ വിശേഷമൊന്നുമില്ല. കൈ കൊടുക്കണം കേട്ടോ. ഇവിടെ നിന്റെ കൈ ഒന്ന് കൊടുക്കുന്നത് വല്ലോ പറ്റിയോളാ. എന്തോ എന്തോ പരോപകാരം. ഇന്നത്തെ ഒരു വിഷയമുണ്ട്. എല്ലാരും 20 രൂപ വെച്ചെടുക്കണേ. പിന്നെ ഞാൻ ചേർത്ത് പിന്നെ പരോപകാരം. സ്തോത്രം ചെയ്തി. പരോപകാരം. സ്തോത്രം ചെയ്തോ. പരോപകാരമാണ് കേട്ടോ. അടുത്തത് വിശ്വസ്തത വരണമെന്ന്. ഫെയ്ത്ത്ഫുൾനെസ് ആയിരിക്കണം. സൗമ്യത. പിന്നെ ഇന്ദ്രിയജയം. സെൽഫ് കൺട്രോൾ.
സെൽഫ് കൺട്രോൾ ആകുമ്പോ നീ എഴുത്തിയ ആളല്ലെന്ന് പറഞ്ഞു മനസ്സിലായോ? നീ നിന്റെ ജീവിതത്തിൽ എന്ത് വേണം? കൺട്രോൾ വേണം. സ്പീക്കിംഗിൽ കൺട്രോൾ വേണം, ആക്ഷൻ കൺട്രോൾ വേണം, നടക്കുന്നതിൽ കൺട്രോൾ വേണം, നോട്ടത്തിൽ കൺട്രോൾ വേണം, ഇരിപ്പിൽ കൺട്രോൾ വേണം. വേണ്ടാത്തടത്തൊന്നും പോയി തല കൈവെക്കാനും മുഖത്ത് കടിക്കാനും ഒന്നും പോകരുത്. You should have control over every aspect of your life. ഈ വകയ്ക്ക് വിരോധമായിട്ട് ഒരു ന്യായപ്രമാണമില്ലെന്ന്. Against such there is no law. അടുത്തത് ക്രിസ്തുവേശുവിനുള്ളവർ. ഞാൻ നോക്ക്, ആർക്കുള്ളതാ? ക്രിസ്തുവേശുവിനുള്ളവർ. And those who are Christ. ജഡത്തെ അതിനെ ഇങ്ങോട്ട് നോക്ക്. പൗലോസ് പറയുന്നു ജഡത്തെ. ജഡമായിപ്പോ പ്രോബ്ലം. അയ്യോ, ഈ ജഡം കൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ല. ജഡത്തെ അതിന്റെ വചവനെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ. അപ്പൊ ജഡത്തിനകത്തുണ്ട് രാഗമോഹം. രാഗം, ഈ രാഗം അറിയാം. രാഗം. So the flesh has passions and desires, or affections and lusts. Passions and desires of life. മനസ്സിലായോ? അതിനെ അങ്ങ് ക്രൂശിച്ചിരിക്കുന്നു. You should crucify the flesh. സ്തോത്രം ചെയ്ത് ഇതിനെ ക്രൂശിഫൈ ചെയ്യണം. You should crucify it. സ്തോത്രം ചെയ്താൽ അങ്ങനെ ആയാൽ, And if you do that, നിങ്ങളുടെ ഇടയിൽ പകയും ഈർഷ്യൊക്കെ ഇരിക്കുന്ന ഞാൻ കേട്ടല്ലോ. പൗലോസ് പറയേ അത് നടക്കത്തില്ല. Paul says that I've heard there are envies and strifes among you. യെരൂശലേമിൽ പോകേണ്ടവരാ, കർത്താവിനോടുകൂടെ വാഴേണ്ടവരാ. You are preparing to go to the New Jerusalem to reign with the Lord. നാം ഈ ഭൂമിയെ വിധിക്കുമെന്ന് അറിയില്ലയോ? Don't you know that you will have to judge this world? സ്തോത്രം ചെയ്ത് നാം ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ടവരല്ലേ? Shouldn't we stand for God? സ്തോത്രം. നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കണം. We should stand for God. ഇത് ആത്മീയ പരാജയം ഉണ്ടാകരുത്, ആത്മീയ വിജയം ഉണ്ടാകണം. You should not have spiritual failure, but spiritual victory. ദൈവത്താൽ സാക്ഷ്യം പ്രാപിക്കണം. You should have a testimony from God. വചനവും വിശ്വാസവും കൂടെ യുണൈറ്റ് ചെയ്യണം. The word and faith should be mixed together. ഞാൻ നോക്കിക്കേ, എല്ലാവരും കണ്ട പോകുന്നുണ്ട്. ഞാൻ തട്ടിക്കിടന്ന് ഇവിടെ കിടന്ന് ട്രാൻസ്ലേഷനാണ്. ട്രാൻസ്ലേഷൻ ഗോയിങ് ഓൺ. വചനവും വിശ്വാസവും കൂടെ യുണൈറ്റ് ചെയ്ത് വിടണം. ഈ ഫോൺ എന്റെ കയ്യിൽ എന്നും എവറി സൺഡേ കിട്ടിയിരിക്കുമേ. ഈ ഫോൺ മാറ്റി ഞാൻ കൊടുത്തിരിക്കുകയായിരുന്നു. ഇന്ന് മുതൽ ഈ ഫോൺ എന്റെ കൂടെ കിട്ടിയിരിക്കും. കാരണം എനിക്ക് എല്ലാവരുടെയും മുഖത്തുമാണ്. വചനവും വിശ്വാസവും കൂടെ യുണൈറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസം ജീവനായി, അനുസരണമായി, സാക്ഷ്യമായി, അനുഗ്രഹമായി പരിണമിക്കുകയുള്ളൂ. Only if the word unites with faith will our faith be profited as life, as confidence, and as a good testimony. സാക്ഷ്യത്തോട് ജീവിച്ചവർ തിരുവചനത്തിലുണ്ട്. There are people in the word of God who had a good testimony. അപ്പോസ്തലരുടെ പ്രവൃത്തി 16-ാം അധ്യായം 2-ാം വാക്യം. Let's turn to Apostles 16, verse 2. വായിച്ചോ. Acts of the Apostles. അവൻ ലുസ്ത്ര, ഇക്കോന്യ എന്നിവിടെയുള്ള സഹോദരന്മാരാൽ അയ്യോ നല്ല സാക്ഷ്യം പ്രാപിച്ചവനായിരുന്നു. ആര്? He was well spoken of by the brethren. ഇത് സംസാരിക്കുന്നത് തീമോത്തിയോസിനെ കുറിച്ച്. This is speaking about Timothy. തിമോത്തിയോസിന്റെ അമ്മ ഒരു യഹൂദ സ്ത്രീയായിരുന്നു. Timothy's mother was a Jewish lady. വിശ്വാസമുള്ള ഒരു സ്ത്രീയായിരുന്നു. She was a woman of faith. അവളുടെ ഭർത്താവ് ഒരു യവനനായിരുന്നു. Her father was Greek. His father was Greek. അവരുടെ മകനാണ് ഈ തീമോത്തിയോസ്. And their son is Timothy. പൗലോസിന്റെ ഒന്നാം മിഷണറി യാത്രയിൽ സുവിശേഷം അറിയിച്ച് ലുസ്രയിലെത്തിയപ്പോൾ, On Paul's first missionary trip when he reached Lystra, ദൈവവചനം കേട്ട് വിശ്വസിച്ച ഒരു മനുഷ്യനായിരുന്നു. ആരാ? തിമോത്തിയോസ്. Timothy was a disciple who received the word of God and believed it. എല്ലാം കേൾക്കണം. തിമോത്തി എന്ന വാക്കിന്റെ അർത്ഥം, The meaning of the word Timothy ദൈവത്താൽ മാനിക്കപ്പെട്ടവൻ, is one honored by God, ദൈവം മാനിച്ചവൻ, one whom God has honored. സ്തോത്രം ചെയ്തി.
അവന്റെ പേര് പോലെ തന്നെ അവൻ സാക്ഷ്യം പ്രാപിച്ചു. Like his name, he had a testimony. ഇക്കോന്യ, ശ്രമിക്കണം, ലുസ്ര, ഇക്കോന്യ എന്നുള്ള സ്ഥലങ്ങളിലെ ആരാൻ സാക്ഷ്യം പ്രാപിച്ചു? സഹോദരന്മാരാൽ അവിടെയുള്ള ക്രിസ്തീയ സഭകൾക്കെല്ലാം സാക്ഷ്യമുള്ളവനായിരുന്നു. ആര്? തീമോഥെയോസ്. He was well spoken of by the brethren who were at Lystra and Iconium. He had a good testimony in all the churches there. സാക്ഷ്യമുള്ളവനായിരുന്നതുകൊണ്ട്, Because he had a good testimony, പൗലോസ് ഒന്നാം മിഷണറി യാത്ര കഴിഞ്ഞ് രണ്ടാം മിഷണറി യാത്രയിലേക്ക് കയറുമ്പോൾ, when Paul finished his first trip and is entering the second missionary trip, പൗലോസിന്റെ കൂടെ സഹയാത്രികനായി കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് അല്പം താങ്ങൊക്കെ കൊടുക്കാൻ, സഞ്ചിയൊക്കെ ഒന്ന് പിടിക്കാൻ, ആ പുതപ്പൊക്കെ ഒന്ന് പിടിപ്പാൻ, ചർമ്മരഹിതം അല്ലേ ഒന്ന് പിടിക്കാൻ ഒരു കൂട്ടിന് ഞാനും വരിക, ആ നീയും വേണം. he wanted to come along with Paul on his second trip to help him. സ്തോത്രം ചെയ്യും. അപ്പോൾ അങ്ങനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. So he set out for the work of the ministry. സാക്ഷ്യമുള്ളവനായി തീർന്നു. He had a good testimony. ദൈവത്തിൽ നിന്നുള്ള അംഗീകാരം ലഭിച്ചു. He had received a good report from God. സ്തോത്രം. അവൻ പൗലോസിന്റെ കൂടെ ബെരോവ, കോരിന്ത്, യെരൂശലേം, ഏഥൻസ് എന്നീ സ്ഥലങ്ങളിൽ രണ്ടാം മിഷണറി യാത്ര ചെയ്തു. And he traveled with Paul in a second mission trip to Bernova, Corinth, Jerusalem, and all the other regions. ഒന്നാമത്തെ തന്റെ ജയിൽവാസത്തിൽ വീട്ടുതടങ്ങളിൽ പൗലോസ് കിടക്കുമ്പോൾ, And when Paul was under house arrest the first time, അവിടെ പലർക്കും വരുവാനും പോകുവാനുള്ള അവസരമുണ്ട്. there was opportunity for many people to come and go. വീട്ടുതടങ്കൽ പൗലോസിനെ ഇട്ടിരിക്കുക, വീടിനകത്തിട്ടിരിക്കുക, വീട്ടിൽ വെളിപ്പാനിട്ട്. He was under house arrest. He could not leave the house. എന്നാൽ അന്ന് കൊടുത്തിരുന്ന ആരെങ്കിലും നിന്നെ കാണാൻ വന്നാൽ ഇവിടെ അനുവദിക്കാം, ആരെങ്കിലും നിന്റെ കൂടെ താമസിക്കാൻ അനുവദിച്ചാൽ താമസിക്കാം, പക്ഷെ ഈ വീട്ടിൽ ഇറങ്ങിപ്പോകുന്നത് തടങ്കൽ. And so he is under arrest, but anybody who comes to see him can see him. Anyone who wants to stay with him can do that, but he cannot leave that house. എന്നാൽ ഒന്നാമത്തെ ജയിൽവാസത്തിനകത്ത് വീട്ടുതടങ്കിൽ ഈ തീമോഥെയോസും പൗലോസിനെ സഹായിക്കാൻ കയറി കടന്നു. And so in his first missionary trip, during his house arrest, Timothy was also there with Paul to help him. സ്തോത്രം ചെയ്തു. കണ്ടോ, ദൈവത്തിന് വേണ്ടി ഗുണമാണ്. ഇറങ്ങിയ ദൈവത്തിന് വേണ്ടി ഗുണമാണ്. If you set out, you should do something for God. കർത്താവിന് വേണ്ടി സ്നാനപ്പെട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറഞ്ഞ പക്ഷം വീടിന് ഗുണമാണ്. കേട്ടോ, If you are baptized to set out for the Lord, at least you should be a help to your family. കർത്താവ് പറഞ്ഞ ഒരു വാക്യം ഓർത്തോണം എപ്പോഴും. You should always remember one thing the Lord said. നിങ്ങൾ യെരൂശലേമിലും ബാക്കി പറ യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാണ്. You should be my witnesses in Jerusalem, Judea, and to the ends of the world. സ്തോത്രം ചെയ്ത് സ്തോത്രം പറ. Let us praise God. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിറങ്ങിയാൽ വീട്ടിൽ സാക്ഷ്യം വേണമെന്ന്. If you are born again and baptized, you should have a testimony in your house. അയൽവക്കത്ത് കാണുന്നവരുടെ നമുക്ക് സാക്ഷ്യം വേണം. You need to have a testimony among your neighbors, among people who see you. സ്തോത്രം ചെയ്ത് യോബിന് സാക്ഷ്യമുള്ളവനായിരുന്നു. അതുകൊണ്ടാണ് തന്റെ ജീവിതകാലത്ത് പ്രായമുള്ളവർ പോലും തന്നെ കാണുമ്പോൾ തന്നെ അവരെഴുതുന്നു. And Job had a testimony in his life. That is why even the elders would stand up when they saw him. നീ സാക്ഷ്യമുള്ളവനാണെങ്കിൽ അപ്പച്ചന്മാർ പോലും നിനക്കെഴുതേക്ക് കഴിയും. If you have a testimony, even grandfathers will stand up to shake hands with you. സ്തോത്രം ചെയ്ത് അല്ല, നീ സാക്ഷ്യം പറഞ്ഞ് നടക്കുന്നെങ്കിൽ അപ്പച്ചന്മാർ പറയുന്ന വന്നിരിക്കുന്നതാണ്. But if you have lost your testimony, then the grandfathers will ridicule you. സാക്ഷ്യങ്ങളെ You should not lose your testimony. ദൈവമക്കൾ സാക്ഷ്യമുള്ളവരായിരുന്നു. Timothy had a good report. സഭകളിൽ ദൈവമക്കൾ സാക്ഷ്യമുള്ളവരായിരുന്നു. He had a good testimony in the churches. പാസ്റ്റർ കെ. അബ്രഹാമിന്റെ പുസ്തകം ജീവചരിത്രം വായിക്കുമ്പോൾ When you study the biography of Pastor K.D. Abraham, ഭയങ്കര മഴ ഇടിച്ചു വയ്യാൻ നേരത്ത് in the midst of heavy rains, കൂട്ട സഹോദരന്മാർ ചെന്ന് പറയും, his fellow brothers would go to him and say, മഴയുടെ കാര്യം ഞങ്ങൾ we will take care of the rain. ദൂതിന്റെ കാര്യം സാറോഹിക്കൂ. Pastor, take care of the message. ചുമ്മാ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്കറിയാം, ഒരു മെസ്സേജ് പറയണമെങ്കിൽ എത്രമാത്രം താഴെക്കിടന്നും ഉരുണ്ടും
ദൈവത്തോട് ചോദിച്ചും ഇരുന്നും നടന്നും ഇത് കൂതാശ കഴിക്കുന്ന ഒരൊറ്റ മുതൽ വായിച്ച് ജനങ്ങൾ വായിച്ചു കൊടുത്ത പരിപാടിയല്ല, ആത്മാവിൽ യുദ്ധം ചെയ്യുന്ന പരിപാടി. And it is not something you get by reading the books or reading the books of the tradition, but it is something that you fight in the spirit to receive from God. ആത്മാവിൽ മുട്ടുമേലിരിക്കാതെ സഭ നടത്താൻ പറ്റുകയില്ല. Without being in the spirit, down on your knees, you cannot lead a church. Praise God. രക്ഷിക്കപ്പെട്ട് ജ്ഞാനപ്പെട്ട് സാക്ഷ്യമില്ലാതെ പോകുന്നവരുണ്ട്. There are people who are born again, baptized, and do not have a witness, a testimony. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ചോദിച്ചപ്പോൾ രണ്ടുപേര് രണ്ടു കാര്യം പറഞ്ഞ് എനിക്ക് വലിയ ഇഷ്ടമായി. And the other day, 2 people told me something that I like. പുറമോട്ട് നടക്കുന്ന ഒരു ജീവിയുടെ പെരുമാറാൻ പറഞ്ഞു. പെട്ടെന്ന് തോന്നി എന്തോ കുഴിയാനി എന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു കുഴിയാനി. പുറമോട്ട് നടക്കുന്ന ജീവി എന്തോ As for an animal that walks backwards, എന്തോ കുഴിയാന. കുഴിയാനെ കണ്ടിട്ടുണ്ടോ? he said the dust mite. കുഴിയാനെ പിടിച്ചിട്ടുണ്ടോ? Has anyone tried to ഞാൻ capture one? കുഴിയാനെ പിടിച്ചുകൊണ്ട് സിമെന്റ് ഫ്ലോറിൽ കൊണ്ടുവെക്കും. I have caught that, and I would capture it and put it on the cement floor. എന്നിട്ട് നടക്കുന്ന കാണും. Then I would watch it walk. എനിക്ക് വലിയ ഇഷ്ടമാണ് കുഴിയാനെ. എങ്ങോട്ടാ നടക്കുന്നേ? പുറമോട്ട്. And it's good to watch it and walk backwards. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുറമച്ചാന്റെ വിളിച്ച അമ്മ പറഞ്ഞത് അതുപോലെ ഞണ്ടു അതാണ്. And then Amama also said that there is that the crab also walks backwards. അയ്യോ, അന്നേരം ആ കാര്യം എനിക്ക് മനസ്സിലായി. ഞണ്ടും ദോഷങ്ങൾ ചെയ്യും. മുൻപിലോട്ട് പോകുന്നതിന് ഒരു ഈർക്കൂടെ വെച്ചു. There's something else the crab does. It will also try to prick the person walking front. ആത്മീകത്തിൽ വന്നത് ഞണ്ടുകളല്ല. You do not come to the faith to play like a crab. വിശ്വാസത്തിലേക്ക് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പാപപ്പെട്ടവനെ ഇറുക്കി വിടാനല്ല ദൈവത്തിനെ വിളിച്ചത്. God has not called you to pull back those who are walking forward. ചില പാപപ്പെട്ടവർ ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ അവനിട്ട് കുത്തുന്നതല്ല ഞണ്ട്. And when the poor people come to serve God, you should not be a crab who pricks them. ദൈവം നിന്നെ വിധിക്കുമെന്ന് നീ അറിയുന്നില്ലേ? Don't you know that God will judge you? ആത്മാവിൽ പൂർണ്ണമായി You should be filled with the Spirit. ലിക്കോനിയ ഈ സഹോദരന്മാർ സാക്ഷ്യപ്പെട്ടതുപോലെ ദൈവമല്ലേ നിന്റെ കൂട്ടു സഹോദരങ്ങൾക്ക് നിന്റെ വീട്ടില് നീ സാക്ഷ്യമുള്ളവനായി നടക്കണ്ടേ? Like how Timothy had a good report from the brothers in Lystra and Iconium, dear brothers and sisters, you need to have a good testimony from your fellow brothers and in your house. ഇതിൽ നിന്ന് 3 കാര്യം ഞാൻ പഠിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച പഠിച്ചു കേട്ടോ. And I studied 3 things last Friday from this. പിന്നെ കുറച്ചു കഴിഞ്ഞ് ഞാൻ മറന്നു. അങ്ങനെ ദോഷമുണ്ടായിരിക്കും. And I forgot about it later. സ്നാനപ്പെട്ടതിന് ശേഷം 3 തരത്തിലുള്ള ആൾക്കാർ. There are 3 kinds of people after baptism. ഒന്ന്, സ്നാനപ്പെടാൻ ദൈവം പിടിച്ചിറക്കിയതിന് ശേഷം അവിടെ തന്നെ അങ്ങ് നിൽക്കും. പിന്നെ എന്റെ അപ്പനും അപ്പൂപ്പനും ഇവിടെയാണ്. പിന്നെ എടാ ദൈവം വിളിച്ചല്ലേ. പിന്നെ എന്റെ അപ്പന്റെ കല്ലറയ്ക്കകത്ത് ഞങ്ങളൊക്കെ ഉണ്ട്. അപ്പോ സ്നാനപ്പെട്ടിട്ട് ദൈവത്തിന്റെ ആത്മാവ് കൊടുത്തിട്ട് ഇവിടെ നോക്ക്, വചനം വിശ്വാസമായി പരിണമിക്കാതെ സ്നാനമാകുന്ന വെള്ളത്തിനകത്ത് ഇറങ്ങിയിട്ട് അവിടെ തന്നെ നിൽക്കുന്ന ചിലരുണ്ട്. അവരാണ് അവിടെ തന്നെ നിൽക്കുന്ന ഗ്രൂപ്പ്. And there's a group of people who may get baptized, but they will continue to stay in the traditional churches that they were in, because they say their fathers and their forefathers remained there. അടുത്ത ഗ്രൂപ്പാണ് കുഴിയാന പോലെ പുറമോട്ട് പോകുക. And there's another group which, like the dust mite, will walk backwards. അടുത്ത ഗ്രൂപ്പാണ് ഞണ്ട് കളിക്കുന്നത്. And there's another group that plays the crab. വല്ലവരെ മുന്നോട്ട് പോകുന്ന ഒറ്റ ഇറുക്ക്. If anyone's going forward, it'll prick them. 3 എണ്ണത്തിനെ കഴിഞ്ഞ വെള്ളിയാഴ്ച പഠിച്ചു. And I studied all 3 last Friday. സ്തോത്രം ചെയ്ത് എനിക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ മതി എനിക്ക് ദൂത് വരും. If you keep praying, God will give me the message for you. സ്തോത്രം ചെയ്ത്. എന്നാൽ നിങ്ങൾ നോക്ക്, തീമത്യോസ് അതല്ലായിരുന്നു. Timothy had a good report. ഇയാള് വെരി ഗുഡ് റിപ്പോർട്ട്. സ്തോത്രം ചെയ്ത് 4:9 ഞാൻ നോക്കി 2ാമത്തെ തടങ്കലിൽ കിടക്കുമ്പോൾ അവിടെ വെച്ചാണ് പൗലോസ് പറയുന്നത്, ഞാൻ പാനീയയാഗമാക്കുവാൻ പോകുന്നു. തിമോഥെയോസേ, നീ എന്റെ ആ പുതപ്പുണ്ടല്ലോ അതുകൊണ്ട് നീ പിടിച്ചോണ്ട് വരണേ. എന്നോട് നോക്കി, ജയിലിന്റെ തണുത്ത മുറി
പൗലോസ് കടക്കുന്നു. സ്തോത്രം എഴുതി വിളിപ്പിക്കുക. ഇനി ഈ തീമത്യോസിനെ വിളിക്കുന്ന പേരെങ്ങനെയാണെന്നറിയാമോ? 1 തീമത്യോസ് 1:1. എനിക്ക് സമയം പോകില്ല, വേഗം വായിക്കും. Turn to 1 Timothy chapter 1 verse 1. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെയും നമ്മുടെ പ്രത്യാശയായ ക്രിസ്തുയേശുവിന്റെയും കൽപ്പന പ്രകാരം ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തീമോഥെയോസിന് എഴുതുന്നു. ഈ വാക്യം വായിച്ചിട്ട് അനേകർ എന്തൊക്കെയാണ് പൗലോസ് കല്യാണം കഴിച്ചത്? അതാണ് പുത്രൻ എന്ന് പറയുന്നത്. മാസ്റ്റർ ആൻസർ. And Paul says here to Timothy, my true son or own son in the faith. എന്റെ ചിന്തയിൽ തന്റെ 5ലധികം പേര് പലരും ചോദിച്ചിട്ടുണ്ട്. പാസ്റ്ററെ ഒരു ചോദ്യം. എന്താ ചോദ്യം? പൗലോസ് കല്യാണം കഴിച്ചിട്ടുണ്ടോ? നമ്മളില്ല. പാസ്റ്റർ അറിയാമോ? പിന്നെ എനിക്ക് നല്ലോണം അറിയാം. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ കണ്ടിട്ടില്ല. 1. 2, ഭാര്യയുടെ പേര് കേട്ടിട്ടില്ല. പിന്നെ അയ്യോ അങ്ങനെയാണെങ്കിൽ കണ്ടോ നിജപുത്രനായ തീമത്യോസ്. ആരാ? നിജപുത്രൻ. അപ്പോൾ ഈ പുത്രൻ ആരാ? പാസ്റ്റർ എങ്ങനെയുണ്ട്? And more than 5 people at least have asked me this question that Paul was never married, but why does he say here that he is his own true son, Timothy? അപ്പൊ ഇന്ന് നിങ്ങൾക്ക് പോയി പറയാനില്ല. ആരെന്ന് ചോദിച്ചാ വായില്ലേ? വിശ്വാസത്തിൽ നിജപുത്രനായ ഞാൻ ജനിപ്പിച്ച, നോക്കിയേ, വിശ്വാസത്തിൽ തന്റെ പ്രസന്നത്തിൽ കൂടെ ജനിപ്പിച്ചവനാണ് പുത്രൻ. And he says that is my true son in the faith, that is through the faith I have given birth to him. ഇവിടെ വെച്ച് നിർത്താൻ പോയി കേട്ടോ. എനിക്ക് ഒരു 1/2 മണിക്കൂർ ഇവിടെ. I need another half an hour to preach to finish this message. എന്നാൽ ഇവിടെ വെച്ച് നിർത്താൻ പോകുന്നു. ജയിലിലെ തണുത്ത മുറിക്കകത്ത് കിടക്കുന്നു. പൗലോസ് ഒരു ലേഖനം എഴുതുന്നു. 2 തീമത്യോസ് 2:1. In the cold cell of the prison, Paul writes a message. എന്റെ മകനെ ഇങ്ങോട്ട് നോക്കി. ഒരു അപ്പന്റെ സ്നേഹമുണ്ടോ? ഒരു പാസ്റ്ററിന്റെ സ്നേഹമുണ്ടോ? 2 Timothy chapter 2 verse 1. See the love of a pastor. വിശ്വാസത്തിൽ ജനിപ്പിച്ച മകന് ഒരു ലെറ്റർ കൊടുക്കുക. എന്തോ വിളിക്കുന്നേ? എടാ എന്നാണോ? ആണോ? എടീ. നമ്മുടെ ഭാഷ കയറിയ പിന്നെന്തോ വിളിക്കുന്നേ? ഇച്ചിരി തണ്ട് കയറി എന്തോ വിളിക്കുന്നേ? ആണ്ടോ? അയ്യോ നിങ്ങളൊക്കെ നല്ലവരാ. എന്തോ വിളിക്കുന്നേ? എടീ. എടാ. മേല വിളിച്ചത്. മേല. പൗലോസ് വിളിക്കുന്നുണ്ടോ? എന്റെ മകനെ. Paul calls him therefore my son. അടുത്ത വായ. ക്രിസ്തുയേശുവിനുള്ള കൃപയാൽ. മതി അവിടെ നിർത്ത്. ക്രിസ്തുയേശുവിനുള്ള കൃപയാൽ ശക്തിപ്പെടുക. Be strong in the grace that is in Christ Jesus. സാക്ഷ്യം പ്രാപിച്ച ദൈവജനേ, A child of God who has a good testimony. നീ ദിവസവും ക്രിസ്തുയേശുവിന്റെ കൃപയിൽ ശക്തിപ്പെടണമെന്ന്. Daily you should grow strong in the grace that is in Christ Jesus. പരിശുദ്ധാത്മാവിൽ നിങ്ങളെ അറിയിക്കുവാൻ എനിക്കൊരു നിയമമുണ്ട്. I have an inspiration to inform you in the Spirit. ഓരോ സെക്കൻഡിലും Every second, ക്രിസ്തുയേശുവിനുള്ള കൃപയാൽ by the grace that is in Christ Jesus, ശക്തിപ്പെടുക. you should become strong. നീ ശക്തനായി തീരേണ്ടതിന്, So that you may be strong. എന്റെ പുതപ്പ് നിനക്ക് ഇന്ന് കൈമാറേണ്ടതിന്, So that I may transfer my blanket to you. എന്റെ ശുശ്രൂഷയുടെ പുതപ്പ് നിന്റെ കിട്ടേണ്ടതിന്, So that you may receive the blanket of my ministry. ദൈവം പറഞ്ഞ പ്ലാൻ നിന്നിൽ നടക്കേണ്ടതിന്, God says so that my plan may be fulfilled in you. എന്റെ ഇഷ്ടം നിന്റെ വീട്ടിൽ നടക്കേണ്ടതിന്, So that my will gets done in your house. By the grace that is in Christ Jesus. Be strong. Let us praise God. രാവിലെ നമുക്ക് ശക്തിപ്പെടാം. Let us be strong this morning. 1 മിനിറ്റ് കൊണ്ട് ഒരു പാട്ട് പാടി 1 മിനിറ്റ് കൊണ്ട് അവസാനിക്കും. We're going to sing a song and end soon. താങ്ക് യു മോനെ. ഉത്തരാമറുസലേമിൽ യക്കം